ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ 1 ആണ് എന്നുള്ള പ്രചാരണം വളരെ ബോധപൂർവം ഈ സർക്കാർ വന്ന ഉടനെ തന്നെ ഇവിടെ നടത്തുകയുണ്ടായി. പല കാര്യങ്ങളും പെരുപ്പിച്ച് കാണിച്ച് ലോകത്തിനു മുമ്പിൽ കേരളത്തിലെ ആരോഗ്യരംഗം ഏറ്റവും മെച്ചപ്പെട്ടതാണ്, കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ വസ്തുത ഇതിന് തികച്ചും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ശരിയാണ്, ഒരു കാലത്ത് കേരളം പല പാശ്ചാത്യ വികസിത രാജ്യങ്ങളോടൊപ്പം കേരളത്തിൻ്റെ ആരോഗ്യ സൂചിക തല ഉയർത്തി നിന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷക്കാലത്തെ ഇടത് വലത് മുന്നണികളുടെ ഭരണം മൂലം വളരെ മോശമായ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം കൂപ്പുകുത്തിയിരിക്കുക. നാം നിർമ്മാർജ്ജനം ചെയ്ത പല മാറാരോഗങ്ങളും ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. ആവശ്യത്തിന് മരുന്നില്ലാത്തതിൻ്റെ പേരിൽ രോഗികൾ കഷ്ടപ്പെടുന്നതിൻ്റെ നേർചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടത്. മരുന്ന് മാത്രമല്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പോലും സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ദാരിദ്ര്യരേഖയുള്ള താഴെയുള്ള സാധാരണക്കാർ വാങ്ങേണ്ട ഗതികേടിലാണ്. സർക്കാർ മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല. ICU യൂണിറ്റിൽ പോലും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു, തീപിടുത്തം ഉണ്ടാവുന്നു, പലപ്പോഴും കറണ്ടില്ലാത്ത സാഹചര്യം വരുന്നു, ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിക്കാത്ത സാഹചര്യം വരുന്നു. കൊച്ചുകുട്ടികൾ പോലും ദാരുണമായിട്ട് ആശുപത്രി മുറികളിൽ കൊല ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ സവിശേഷതകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ആരോഗ്യരംഗം ഒരു നാഥനില്ല കളരിയായി മാറി. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ മാറിപ്പോയി, അവരുടെ ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെ സർക്കാർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിക്കും എന്നുള്ളത്. കേരള ഗവൺമെന്റ് എല്ലാ കൊല്ലവും ബജറ്റിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. മെഡിക്കൽ കോളേജിന് ഇത്ര മാറ്റിവെക്കും, താലൂക്ക് ആശുപത്രികൾക്ക്, ജില്ലാ ആശുപത്രികൾക്ക്, പ്രാഥമിക ആശുപത്രികൾക്ക് എല്ലാം മാറ്റിവെക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തും. പക്ഷെ അതിൻ്റെ 4-1 തുക പോലും സർക്കാർ ചെലവഴിക്കുന്നില്ല. പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങുന്നു. എല്ലാത്തിൻ്റെയും കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയം, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും അല്ലാതെയും കേരളത്തിന് കൊടുക്കുന്ന പണം ചെലവഴിക്കപ്പെടാതെ പോകുന്നു ഈ സാഹചര്യത്തിലും എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വിഷയത്തിൽ 120 കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് എത്ര മാസമായി? 100 കോടി രൂപയും സംസ്ഥാന ട്രഷറിയിൽ വന്നു കഴിഞ്ഞു. പക്ഷെ എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനായിരുന്നു ഇവിടെ ഡയറക്ടർ ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാന ഗവൺമെന്റ് ശരിയായ നിലയിൽ വിനിയോഗിക്കുന്നില്ല. എന്നാൽ കേരള ഗവൺമെന്റിനാണെങ്കിൽ ഈ രംഗത്ത് ചെലവഴിക്കാനുള്ള നീക്കിയിരിപ്പുമില്ല. ബജറ്റിൽ പ്രഖ്യാപിച്ചത് മുഴുവൻ അവർ പാഴാക്കിക്കളയാം. അവർ ആ പണം കൊടുക്കുന്നേയില്ല. കോഴിക്കോട് ക്യാൻസർ സെന്ററിന് 26.7 കോടി, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ PG കോഴ്സുകളുടെ സീറ്റുകളുടെ എണ്ണം കേന്ദ്രം വർദ്ധിപ്പിച്ചു. ഇതിനാവശ്യമായി 27 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകി. എണ്ണി പറഞ്ഞാൽ കേരളത്തിന് ഇന്നേ വരെ ലഭിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ആനുകൂല്യങ്ങളാണ് കഴിഞ്ഞ 11 വർഷവും കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. UPA ഗവൺമെന്റിന്റെ 2004 മുതൽ 14 വരെയുള്ള 10 വർഷം നൽകിയതിന്റെ 15 മടങ്ങ് തുക
കഴിഞ്ഞ 11 വർഷം കൊണ്ട് കേരളത്തിൽ ആരോഗ്യ രംഗത്ത് നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുണ്ട്. ഞാൻ വീണ ജോർജിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചോദിക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് കേരളത്തിൽ ആരോഗ്യ രംഗത്തിന് കഴിഞ്ഞ 9 വർഷം എത്രയാണ് നൽകിയത്? മോദി സർക്കാർ കഴിഞ്ഞ 11 വർഷം കേരളത്തിൽ ആരോഗ്യ രംഗത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയാണ് നൽകിയത്? പറയാൻ തയ്യാറില്ല. കേന്ദ്രം നൽകിയ കണക്ക് പോലും നടത്താൻ തയ്യാറാവുന്നില്ല. ഇവിടെ ഫലപ്രദമായി നടന്നിരുന്ന പല പദ്ധതികളും ഇതിനിടയിൽ ഇല്ലാതായി. ഇപ്പൊ എന്തായി? കാരുണ്യ, എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ മോദി സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ യോജനയിൽ നിന്ന് സർക്കാർ പിന്മാറിയത്? 70 വയസ്സ് കഴിഞ്ഞവർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന വയോവന്ദൻ പരിപാടിയിൽ നിന്ന് എന്തുകൊണ്ട് ആ MOയിൽ ഒപ്പിടാൻ സർക്കാർ തയ്യാറാവുന്നില്ല? എന്താ ന്യായീകരണം? ഏത് കാരണത്തിന്റെ പേരിലാണ്? ഇപ്പോൾ നേരത്തെ സൗജന്യ ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്ന 70 വയസ്സ് കഴിഞ്ഞവർക്ക് ആ ചികിത്സയും ലഭിക്കാതായി. പൂർണ്ണമായിട്ട് സൗജന്യമായി ലഭിക്കേണ്ട വയോവന്ദൻ പദ്ധതി പ്രകാരമുള്ള ചികിത്സയും ലഭിക്കാതായി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് 70 വയസ്സ് കഴിഞ്ഞവർക്ക്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. കേന്ദ്രത്തിന്റെ ആരോഗ്യ പദ്ധതി മര്യാദയ്ക്ക് നേരിട്ട് നടത്താൻ സാധിക്കാതെ പോകുന്നത് സംസ്ഥാനമായിട്ട് ഗവൺമെന്റുമായിട്ട് ചേർന്ന് നടത്തണതാണ് നിങ്ങൾ വാശി പിടിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതിന് കേന്ദ്രം നൽകുന്ന ആനുകൂല്യം ഒരു ജനതയ്ക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെടുകയാണ്. സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഒരു 5 പൈസയുടെ നീക്കിയിരിപ്പ് ഇക്കാര്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാ വാഗ്ദാനങ്ങളും പൊള്ളയായി. ഒരു നയ പൈസ നിങ്ങൾ നീക്കിയിരിപ്പ് നിങ്ങൾ ഇതിനു വേണ്ടി വെക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ നേട്ടം? നമ്പർ 1 കേരളം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ. എന്തായി പാലക്കാട് പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ്? ഈ നാട്ടിലെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാരെ, പ്രത്യേകിച്ച് അട്ടപ്പാടി ഉൾപ്പെടുന്ന ജില്ലയാണ് അവിടെ. എന്തായി? നിങ്ങൾ എന്താ വിശദീകരിക്കാത്തത്? എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഈ കാര്യത്തിൽ? എന്തായി കോന്നി മെഡിക്കൽ കോളേജിന്റെ കാര്യം? കേരളത്തിൽ നിങ്ങളെ സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് എന്തായി? ബദിയടുക്കയിലെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യം? ഈ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണുള്ളത്? കോന്നി മെഡിക്കൽ കോളേജും പാലക്കാട് പട്ടികജാതി മെഡിക്കൽ കോളേജും ബദിയടുക്കയിലെ സർക്കാർ മെഡിക്കൽ കോളേജിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏതിന്റെ പേരിലാണ് നിങ്ങൾ ഊറ്റം കൊള്ളുന്നത്? നിങ്ങൾ പറഞ്ഞ ഒരു വാഗ്ദാനത്തിലും നിങ്ങൾ ഉറച്ചു നിന്നിട്ടില്ല. ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് പിൻവലിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ അത് നിർത്തലാക്കും നിങ്ങൾ പറഞ്ഞു. ആരോഗ്യരംഗത്ത് കൂടുതൽ നിയമനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു നിങ്ങൾ. കൂടുതൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ 5000 പൗരന്മാർക്ക് ഒരു HIമാരെ വെക്കും നിങ്ങൾ പറഞ്ഞു. ഇതിലേതാണ് നടപ്പായിട്ടുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റ് നീക്കിയിരിപ്പ് എന്താണ് കഴിഞ്ഞ 9 വർഷം? അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സമ്പൂർണ്ണമായ ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെന്റാണ്, പിണറായി വിജയൻ സർക്കാരാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായി. ഞാൻ ചോദിക്കട്ടെ, 3 വർഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ എത്ര രോഗികളെ കൊണ്ട് നിങ്ങൾ കുടിപ്പിച്ചു? ലോകത്ത് ഏതെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ട ജില്ലയിൽ മാത്രം 3 വർഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് രോഗികൾക്ക് വിതരണം ചെയ്തില്ലേ? സർക്കാർ ആശുപത്രികളിൽ മരുന്നുണ്ടോ? കോവിഡ് കാലത്ത് പോലും നിങ്ങൾ ഭീകരമായ കൊള്ള നടത്തി. 20 പൈസയ്ക്ക് കിട്ടേണ്ട ബി കോംപ്ലക്സ് ഗുളികകൾ നിങ്ങൾ 1 രൂപ 65 പൈസയ്ക്ക് വിറ്റു. കോവിഡ് കാലത്ത് എന്തായിരുന്നു PPE കിറ്റിന്റെ മാർക്കറ്റ് വിലയും സംസ്ഥാനം വാങ്ങിയ വിലയും? മെഡിക്കൽ സെയിൽസ് സർവീസ് കോർപ്പറേഷൻ ഏറ്റവും വലിയ വെള്ളാനയാണ് കേരളത്തിൽ. ഇപ്പൊ പല കരാറുകാരും ഇല്ല, 3-1 കരാറുകാരേ ഉള്ളൂ. അതായത് ഇപ്പൊ ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് മരുന്ന് കൊടുക്കാൻ നല്ല കമ്പനികളൊന്നും ഇല്ല. നിങ്ങൾ കുടിശ്ശികയാക്കിയത് കൊണ്ട്. നേരത്തെ എൻ്റെ കണക്കുണ്ടായിരുന്നു, നേരത്തെ
216 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഓപ്ഷനിൽ പങ്കെടുത്തിരുന്നു. പ്രധാനപ്പെട്ട പല ലോകോത്തര നിലവാരമുള്ള പല കമ്പനികൾ. ഇപ്പം 187 കുറഞ്ഞു. കാശ് കൊടുക്കാനുണ്ട്, അപ്പോൾ അധികം വില കൂട്ടി കൊടുക്കുകയാണ്. ഒരു തരത്തിലുള്ള ഓഡിറ്റിംഗ് നടക്കുന്നില്ല. നല്ല തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത് മെഡിക്കൽ പർച്ചേസിന്റെ കാര്യത്തിൽ. ഇതിലെല്ലാം ഇടനിലക്കാർ, മന്ത്രി തന്നെ നേരിട്ട് നിർത്തിയിട്ടുള്ള ഇടനിലക്കാർ വഴിയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഏറ്റവും ഭീകരമായ അഴിമതിയാണ് ഈ ദാരുണമായ അവസ്ഥയ്ക്കിടയിലും കേരളത്തിൽ ആരോഗ്യരംഗത്ത് നടക്കുന്നത്. സമഗ്രമായ അന്വേഷണം വേണം, ധവളപത്രം പുറപ്പെടുവിക്കണം. കേരളത്തിൽ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ 11 വർഷം കേന്ദ്രം എത്ര തന്നു, സംസ്ഥാനത്തിന്റെ നീക്കിയിരിപ്പ് എത്രയാണ്?